കൊണ്ടുവാ. അപ്പൊ ഇയാൾ പറഞ്ഞതിന് ആദ്യം ചെറുതുകൊണ്ട്, എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ, നബി സല്ലല്ലാഹു നിങ്ങളുടെ പേരിൽ കാന്തപുര ഉസ്താദ് കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് കള്ളം പറഞ്ഞ കാന്തപുര ഉസ്താദല്ല, ഉസ്താദിന് ഇത് സെനതുണ്ട്. നേരെ മറിച്ച് കള്ളം പറഞ്ഞത് നിങ്ങളാ. ആ നിങ്ങളെ പറഞ്ഞ സാധനത്തിന്റെ മുഴുവൻ സെനതും വായിക്കും മുസ്ലിയാരെ, എന്നിട്ട് നമുക്ക് പറയാം. ഇനി എന്താ ചിലർക്കൊരു ധാരണ ഉണ്ട്, നിഷേധിക്കാൻ തെളിവ് വേണ്ട. അതും പിടിച്ചോ. ദല്ലത്തിലായത്തു അലാ അന്നൽ മുദ്ദഇയ സവാഉൻ ഇദ്ദഅ നഫിയൻ ഔ ഇസ്ബാതൻ ഫലാ ബുദ്ദ ലഹു മിന ദലീൽ വൽ ബുർഹാൻ. വാദിക്കുന്ന ആള് അയാള് ഇല്ലാന്ന് വാദിക്കുകയാണെങ്കിൽ തെളിവ് കൊണ്ടുവരണം, ഉണ്ട് എന്ന് വാദിക്കുകയാണെങ്കിൽ തെളിവ് കൊണ്ടുവരണം. അങ്ങനെയാ ഖുർആൻ പഠിപ്പിച്ചെന്ന് റാസിമ പറഞ്ഞു. ഇത് പണ്ഡിതോചിത ചർച്ചയാ, കിതാബ് കെട്ടുള്ള ചർച്ച, രജിസ്ട്രാൾ ചർച്ചയല്ല. അതുകൊണ്ട് പറ, തെളിവുണ്ട്. ഇല്ലാന്നുള്ളത് തെളിവുണ്ട്. അതുപോലെ അഹമ്മദ് ഖസറിന്റെ അടുത്ത് ഇല്ലാന്നുള്ളത് തെളിവുണ്ട്. ഉസ്താദിന് കൊടുത്താലെടുത്ത് ഇല്ലാന്നുള്ളത് തെളിവുണ്ട്. ഇല്ലാന്നുള്ളതിനും വേണം തെളിവ്. ഇനി എനിക്ക് പറഞ്ഞാൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കണ്ണിയത്ത് ഉസ്താദ് അവർ ദുആ ചെയ്തിട്ടുണ്ട്, സമസ്തക്കെതിരെ കേസ് കൊടുത്ത ആളുകളെ മുഖം കെടുത്തണം. അതിന്റെ അവസാനത്തെ ഉദാഹരണം. സമസ്തക്കെതിരെ കാന്തപുര ഉസ്താദ് കേസ് കൊടുത്തിട്ടില്ല. കാന്തപുര ഉസ്താദ് സമസ്തയെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. സമസ്തയെ തകർക്കുന്നവരെ മൂങ്കെടുത്തോളം കണ്ണിയത്ത് ഉസ്താദ് വേർന്നിട്ടുണ്ടാവും. ആ ദുആ ഫലിക്കുന്ന നമ്മൾ കാണുന്നത്. മൂൻ കെടുകയാണ് നിങ്ങൾ പറ. ഇനി ഇതിനു വേണ്ടി നാടുനീളെ ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകളിലുള്ളത് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണ്. തിരുകേശം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലുള്ള ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായി, വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു. ലോകത്തുള്ള മഹാഭൂരിഭാഗം മുസ്ലിമീങ്ങളും അങ്ങനെ തന്നെ കാണുന്നത്. അത് തിരു കേശമാകണം. ഒരു കേശമായാൽ പോരാ.